ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായ തരിക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാം. നോമ്പ് 30 ദിവസം നിർബന്ധമായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ റവ കട്ട കുത്തിപ്പോവും. റവ റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. റവ വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പം തരിക്കഞ്ഞി നല്ല തിക്കായി വന്നിട്ടുണ്ട്. റവ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്ത ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ്നസ് ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനുമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തരിക്കഞ്ഞിക്ക് ശരിക്കും ഇത്രേ കട്ടി പാടുള്ളൂ. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസി ഇല്ലേ, അത്ര കട്ടിയേ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. വറവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ആകുന്നവരെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 6 കാഷ്യൂ നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കാം. റേസിൻസ് ഒക്കെ ഒന്ന് വീർത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തരിക്കഞ്ഞിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.